നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. വരുന്നത് വളർപ്പിറ പഞ്ചമി 29 തീയതി ചൊവ്വാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. ഇനി 3 ദിവസം കൂടെയേ സമയമുള്ളൂ. 28 തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. ഗരുഡ പഞ്ചമിയും നാഗപഞ്ചമിയും ഒന്നിച്ചു ചേർന്ന് വരുന്നതിനാല് ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ആരും ഈ ദിവസം മിസ് ചെയ്യാതിരിക്കുക. മുന്നേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ആൾ പ്രൊസീജിയേഴ്സ്. പുതുതായി കാണുന്നവർക്ക് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം. പ്രൊസീജിയേഴ്സ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താച്ചാല് ഒത്തിരി ശക്തിയുള്ള ഒരു വഴിപാട് മുറ. ഇത് വന്നിട്ട് നാളെ ഞായറാഴ്ച രാവിലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിപാടാണ്. എന്താച്ചാല് നമ്മുടെ എതിരാളികളുടെ ശല്യം അടക്കാനായിട്ട്, അതായത് നമുക്ക് ശത്രു ശല്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഴിപാട്. ഇത് മാസത്തിൽ നിങ്ങൾ ഒരു ഞായറാഴ്ച ചെയ്താൽ മതി. ഇപ്പോ വീഡിയോ കാണാൻ പറ്റിയില്ല, ഞായറാഴ്ച കഴിഞ്ഞാണ് നിങ്ങൾ വീഡിയോ കാണുന്നത്, അല്ല ഞായറാഴ്ച ഉച്ചയ്ക്ക് മേലെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അടുത്ത ഞായറാഴ്ച ചെയ്തോളുക. നിങ്ങൾക്ക് പ്രശ്നങ്ങളെ മാത്രം തരുന്ന എതിരാളികളുടെ ബുദ്ധിമുട്ടിനെ നിങ്ങൾക്ക് മൊത്തമായി തടഞ്ഞു നിർത്താൻ ഈ വഴിപാട് നിങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. പറഞ്ഞുല്ലോ, ഇത് മാസത്തില് ഒരു ഞായറാഴ്ച ചെയ്താൽ മതി. അത് നിങ്ങൾ നാളെ തന്നെ ചെയ്തോളുക. രാവിലെ നിങ്ങൾ ഇത് എണീറ്റ ഉടനെ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ കുളിച്ചിട്ട് നിങ്ങളുടെ ബാക്കി ജോലികളെല്ലാം എപ്പോഴും പോലെ ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് ഞായറാഴ്ച തന്നെ എന്താ ചെയ്യാൻ പറയുന്നതെന്ന് ചോദിച്ചാല്, ഈ ഞായറാഴ്ച എന്ന ദിവസമാണ് ദൃഷ്ടി കഴിക്കുന്നതിനും നമ്മൾ മുഖ്യമായ നാളായിട്ട് കരുതുന്നത്. പൊതുവായിട്ട് അമാവാസി, സൺഡേ, പിന്നെ വ്യാഴാഴ്ച, തേഴ്സ്ഡേ, ഈ നാളുകളിലെല്ലാം നമ്മൾ ദൃഷ്ടി ഒഴിഞ്ഞെടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വഴിപാട് മുറ എന്നാല് മിക ശക്തിയാർന്നത്. എങ്ങനെയുള്ള ശത്രുക്കളുടെ ഉപദ്രവമായിരുന്നാലും ശരി, അതല്ല കൺദൃഷ്ടിയായിരുന്നാലും ശരി, അതുമല്ല അതിവിടെ ഒത്തിരി മോശമായ ഈ ശൂദ്രപ്രയോഗങ്ങൾ പോലുള്ള വിഷയങ്ങൾ ഇരുന്നാലും ശരി, നിങ്ങൾക്ക് എതിരായിട്ട് ചില പേര് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചില വിഷയങ്ങൾ നടക്കുന്നു, മീൻസ് നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാല് അവരെന്തോ എനിക്ക് ചെയ്തിരിക്കുന്നു, ഇവരെന്തോ എനിക്ക് ചെയ്തിട്ടുണ്ട്, നമുക്കിരിക്കുന്ന ശത്രു ഇത് തന്നെയാണ് എന്ന് തോന്നിയാല് നിങ്ങൾ വന്നിട്ട് ഇത് ധാരാളമായിട്ട് ചെയ്തോളുക. ഇപ്പോ വീഡിയോ പോസ്റ്റ് ചെയ്താല് നിറയെ പേര് എന്ത് ചോദിക്കുന്നാല്, എതിരാളികൾ മീൻസ് ശത്രുക്കള് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്, വെളിയിലിരുന്നാല് പ്രശ്നമില്ല എന്നത് മാതിരി വീട്ടിനകത്തെ ശത്രുക്കള് ഞാൻ എപ്പോൾ വന്ന് താഴെ വീഴുവാൻ വേണ്ടി നോക്കിയിട്ടേ ഇരിക്കുന്നു, എന്നുവെച്ചാൽ ഞാൻ എപ്പോ കഷ്ടപ്പെട്ട് താഴെ പോകുന്നു എന്ന് അവര് നോക്കിയിട്ടേ ഇരിക്കുന്നു എന്ന്. അങ്ങനെയുള്ളവർക്ക് ഞാനിതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അങ്ങനെയുള്ള നിങ്ങൾക്കൊരു ചിന്ത വരും. ഒന്നും പ്രശ്നമില്ല, നിങ്ങൾ ആർക്കും അറിയാതെ ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിന് വേണ്ടിയ പൊരുള് ഒരു പച്ചമുളക് മീൻസ് ഗ്രീൻ ചില്ലി, ദെൻ അടുത്ത പൊരുൾ എന്താച്ചാല് 5 പീസ് ഗ്രാമ്പു 5 മനസ്സിലായല്ലോ. ഈ 2 പൊരുൾ മതി. ഈ 2 പൊരുൾക്കളും വച്ച് എത്രയോ വലിയ ശത്രുക്കളെയും ശൂദ്രത്തെയും ചതിയെയും നീക്കി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. ഇത് വന്നിട്ട്
ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാല് ഇപ്പം ഒരു കുടുംബം എന്നെടുത്താല് ഒരാള് ചെയ്താൽ മതി. ചില പേര് വന്നിട്ട് കുടുംബമേ നല്ല ഇരിക്കരുത്, മുന്നേറരുത് എന്നതിന് പലതും ചെയ്തിരിക്കും. എപ്പോ ചാൻസ് കിട്ടും അപ്പോ കുടുംബത്തെ നശിപ്പിക്കാമെന്ന് കരുതിയിരിക്കുന്നവരും ഉണ്ട്. എപ്പോ കുടുംബത്തിന് അപവാദം പറയാൻ പറ്റുമോ, അസിംഗപ്പെടുത്തി സംസാരിക്കാൻ പറ്റുമോ അതിനായിട്ട് റെഡിയായിരിക്കുന്നവരും ഉണ്ട്. സോ അങ്ങനെ ഉള്ളപ്പോൾ കുടുംബത്തിലെ ഒരാള് ഇത് ചെയ്താലേ മതി. ആണെന്നോ പെണ്ണെന്നോ അങ്ങനെ ഒന്നുമില്ല, ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, സൺഡേ രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ ഇത് നിങ്ങൾ ചെയ്യണം. നാളെ രാവിലെ തന്നെ ചെയ്തോളുക. വീഡിയോ മിസ്സായാല് അടുത്ത ആഴ്ച ചെയ്തോളുക. ഇത് നിങ്ങൾ ചെയ്തിട്ട് അതിന് ശേഷം വന്നിട്ട് നിങ്ങൾ തല കുളിച്ചിട്ട് നിങ്ങളുടെ ജോലി ചെയ്ത് ഭക്ഷണമെല്ലാം കഴിച്ചോളുക. ഇനി ചില പേര് വന്നിട്ട് ചോദിക്കും, ഞങ്ങൾ ഇത് രാവിലെ ചെയ്താല് അന്നേക്ക് വന്ന് നോൺ വെജ് കഴിക്കാമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. ഒന്നും പ്രശ്നമില്ല, ധാരാളമായിട്ട് നിങ്ങൾ കഴിച്ചോളുക. സോ രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്തതിന് ശേഷം കുളിക്കുക. അപ്പോ പിന്നെ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാമല്ലോ, ഒന്നും പ്രശ്നമില്ല. ആണുങ്ങള് ഇത് എപ്പോ വേണേലും ചെയ്യാവുന്നതാണ്. മീൻസ് സൺഡേ തന്നെ ചെയ്യണം, ഏത് സിറ്റുവേഷനിലും ചെയ്യാവുന്നതാണ്. എന്നാല് ലേഡീസ് വന്നിട്ട് പീരിയഡ്സ് ടൈമിൽ ഇത് ചെയ്യരുത്. പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തോളുക. മറ്റപടി പുലവാലായ്മ, ഇപ്പോ ഒരു ജനനം വീട്ടിൽ നടന്നുവെങ്കിലോ ഇപ്പോ ഒരു മരണം, ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചുവെങ്കിലോ അതൊന്നും ഒരു വിഷയമില്ല, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യവും ഇല്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഇടത്തിൽ ഇരിക്കുക. ഇടം എന്നത് ഈസ്റ്റ് ഫേസ് ആയിട്ട് ഇരിക്കണം, അതായത് കിഴക്കോട്ട് നോക്കി ഇരിക്കണം. ആ ഒരു ഇടം മസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഇൻ കേസ് ഞാനൊരു റൂമിൽ പോയി ഇരുന്നിട്ട് ലോക്ക് ചെയ്ത് ഉള്ളിൽ ചെയ്യാമോ എന്ന് ചോദിച്ചാല് ധാരാളമായി നിങ്ങൾ ചെയ്തോളുക. തറയിലും ഇരിക്കാം. എന്നാൽ തറയിൽ ഇരിക്കാൻ പറ്റാത്തവര് ചെയറിൽ കിഴക്ക് ഫേസ് ആയിട്ട് ഇരുന്നോളുക. ജസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഒരേ ഒരു പച്ചമുളക്, അത് വന്നിട്ട് നല്ല മുളക് നോക്കി എടുത്തോളുക. ഒടിഞ്ഞതും കരിഞ്ഞതും അങ്ങനെയുള്ളതൊന്നും എടുക്കാതെ, വാടിയതൊന്നും എടുക്കാതെ നല്ലത് നോക്കി എടുത്തോളുക. കൺദൃഷ്ടിക്ക് നമ്മള് ലെമണിന്റെ കൂടെ പച്ചമുളക് കോർത്ത്, ഇപ്പോ കട നടത്തുന്നവര് കടയുടെ വാസലിലും ഇപ്പം ചിലര് വീടിന്റെ വാസലിലും എല്ലാം കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ലെമൺ വന്നിട്ട് പുളിപ്പുള്ളത്, പച്ചമുളക് വന്നിട്ട് നല്ല എരിവുള്ളതും. അത് ദൃഷ്ടിദോഷം മാറ്റാനായിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ പച്ചമുളകായാലും ശരി, അത് കാഞ്ഞ വരമുളകില്ലയോ അതായാലും ശരി, ഇതെല്ലാം ദൃഷ്ടി കഴിക്കുന്നതിന് മികവാർന്ന പൊരുൾകൾ. പച്ചമുളകിന്റെ കൂടെ എടുക്കാൻ പറഞ്ഞ പൊരുള് ഗ്രാമ്പു ഒന്ന് അറിയാലോ, അത് 5 പീസ് ഗ്രാമ്പു എടുത്തോളുക. ഈ 2 പൊരുൾക്കളും മാത്രം മതി. പിന്നെ ഇത് മാസത്തിൽ ഒരു സൺഡേ നിങ്ങൾ മറക്കാതെ ചെയ്തോളുക. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നാളെ നിങ്ങൾ സൺഡേ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാല് എല്ലാരും ചെയ്തോളുക. ഒരു ചില പേരുടെ സ്വഭാവം നോക്കിയാല് വർഷങ്ങളോളം, നിറയെ വർഷങ്ങളോളം അവര് പൊറുമയായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കും. ഈ ശത്രുക്കളുടെ ശല്യം എല്ലാം സഹിച്ച് എന്തോ ആയിക്കോട്ടെ എന്ന് കരുതി ഇരിക്കും. ബട്ട് ആ ശത്രുക്കളാണെങ്കിലോ വന്നിട്ട് ദുഷ്ടതയ്ക്ക് മേലെ ദുഷ്ടത ചെയ്തിട്ടേ ഇരിക്കും. അത് സ്വന്തക്കാരോ അതല്ല, ഒരു കാലത്തില് നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ഒരാളും ആയിരിക്കാം. അവരാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായാൽ, അങ്ങനെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാല്, അത് അറിയാൻ പറ്റുന്നവർക്കും ശരി, അതല്ല ആരെന്ന് അറിയാത്തവർക്കും ആരോ എന്നെ ദ്രോഹിക്കുന്നു, എനിക്ക് കണ്ടുപിടിക്കാന് പറ്റുന്നേയില്ല, അങ്ങനെയുള്ളവർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഞാന് നല്ലായിരിക്കും, എന്നാല് പെട്ടെന്ന് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, പല പല പ്രശ്നങ്ങള് ഫാമിലിയിൽ വരുന്നു, അതെനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നേയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. പലതരത്തിലുള്ള നാശനഷ്ടങ്ങള്, തൊഴിലില് പ്രശ്നം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയ്ക്കുള്ള കലഹം, ജോലിയിൽ മുന്നേറാൻ പറ്റുന്നില്ല, പ്രഷർ അധികമായി വന്നിട്ട് എന്ത് ചെയ്യണമേ എന്നറിയാതെ ഒരു പൈത്യമായിട്ട് വരുന്ന ഒരു അവസ്ഥ, അങ്ങനെയുള്ളവർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇതില് ഭയം ഒന്നും വേണ്ട. നമ്മുടെ കിച്ചണിലിരിക്കുന്ന 2 പൊരുൾകൾ മാത്രം മതി. നാളെ തന്നെ എല്ലാവരും ഇത് ചെയ്തോളുക.
കാരണം ഇത് വന്ന് നമ്മൾ എവിടെയും വയ്ക്കുന്നില്ല, തൂക്കിയിടുന്നുമില്ല, എന്തും ചെയ്യുന്നില്ല. ജസ്റ്റ് നല്ല ഒരു മുളകെടുത്തിട്ട് അത് കാമ്പായിരുന്നാലും ശരി, കാമ്പില്ലാതെ കാമ്പ് ഒടിച്ച് എടുത്ത് ഇരുന്നാലും മതി, കുഴപ്പമില്ല. നല്ല ഒരു മുളകെടുത്തോളുക. ദെൻ ഈ മുളകില് നമ്മള് ഈ 5 ഗ്രാമ്പുകളെ വന്ന് ചൊരുവാനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിരിക്കുന്ന ശത്രുശല്യവും ശത്രുക്കളുടെ ആട്ടവും അവരുടെ വയറെരിച്ചിലും എല്ലാം പോയിടും. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ വരാഹി അമ്മനക്ക് മുന്നേ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അമ്മേ, എന്റെ പ്രശ്നങ്ങള്, എനിക്ക് ശത്രുക്കളായിരിക്കുന്നവര്, അവരുടെ എല്ലാ അസൂയയും കുശുമ്പും മാറ്റി എന്റെ കൺദൃഷ്ടി എല്ലാം പോയി തരണമേ എന്ന് വരാഹി അമ്മനക്ക് മുന്നേ നന്നായിട്ട് പ്രേ ചെയ്തോളുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ചില പേര് വന്നിട്ട് നമ്മളിത് ചെയ്യാൻ പറയുമ്പോൾ ആ ശത്രുക്കൾക്ക് വന്ന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിക്കാറുണ്ട്. അവര് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്, അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല, അവർക്ക് ആരോഗ്യ പ്രശ്നമൊന്നോ ഒന്നും വരത്തില്ല, നല്ലതായിട്ടിരിക്കും. ബട്ട് നിങ്ങളെ വന്നിട്ട് അവർ ഇനി യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യുകയേ ഇല്ല. നിങ്ങളോട് അവര് മുട്ടാൻ വരില്ല. ചില പേർക്ക് വന്നിട്ട് നമ്മളെ അപമാനപ്പെടുത്തണം, അസിംഗപ്പെടുത്തണം എന്ന ഒരു വേലയെ മാത്രം അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന ചില പേര് നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും. സോ അവരെല്ലാം നമ്മളോട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ, അടുക്കാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ അവര് ഇരുന്നോളും. അതാണ് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായ പവർഫുൾ ആയിട്ടുള്ള ഒരു മഹത്വം എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ ഭയം വേണ്ടെന്ന്, അത് ഇതുദ്ദേശിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു ഭയവും വേണ്ട. നമ്മൾ ആർക്കും എതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ മനസ്സിന് നല്ലത് തോന്നി അവര് ഇതിൽ നിന്ന് പിന്മാറുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ ഡെമോ ചെയ്യുന്നത് നിങ്ങൾ കണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തോളുക. ഈ മുളകിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രാമ്പൂവിനെ ചൊരിവി വയ്ക്കാൻ പറ്റില്ലല്ലോ, അത് ഗ്രാമ്പു ഒടിഞ്ഞു പോവും. മുളവിന് നല്ല തിക്നെസ് ഉണ്ടല്ലോ, ഉടഞ്ഞ ഗ്രാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ ഒരു കുച്ചി എടുത്ത്, മുനയുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത്, അതൊരു പെൻസിലോ എന്തെങ്കിലും എടുത്ത് ഇതിൽ 5 ഹോൾ ഇട്ടോളുക. ഞാൻ വന്നിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് അമ്മനിക്ക് മാല കെട്ടുന്ന സൂചിയാണ്. നിങ്ങൾക്ക് ഏതാ കയ്യിൽ കിട്ടുന്നത് അത് എടുത്തോളുക. ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഓരോ ഹോളിലും ഗ്രാമ്പു അങ്ങ് ചൊരുകി വെക്കുക. ഇങ്ങനെ നിങ്ങൾ ഗ്രാമ്പു ചൊരുകുമ്പോൾ നിങ്ങളുടെ എതിരാളികളുടെ ആട്ടം വന്ന് നിൽക്കണം, അവരുടെ സ്റ്റൊമക് ബേണിംഗ് കുറയണം, ഞങ്ങൾ വന്ന് നന്നായി ഇരിക്കണം, ഞങ്ങളുടെ ഏത് കൺദൃഷ്ടിയും വരാഹിയമ്മ എടുത്തു തരണം എന്ന് നിങ്ങൾ അമ്മനക്ക് മുന്നേ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്തോളുക. ഇപ്പോൾ നിറയെ പേര് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ വീട്ടില് ചെയ്വന ചെയ്തിരിക്കുന്നു, എൻ്റെ ഹസ്ബൻഡിന് ചെയ്വന ചെയ്തിരിക്കുന്നു എന്നെല്ലാം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്കും ഈ മുറ ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോ 5 ഹോൾ വെച്ചിട്ട് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ല അഴകായിട്ട് വെച്ചോളുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള പേര് അറിയാവുന്നെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് നിങ്ങളിത് ചെയ്തോളുക. ഇല്ല, ശത്രുവിന്റെ പേര് അറിയില്ല എങ്കിൽ പ്രാർത്ഥിക്കുക. ഏത് ശത്രു ആണെങ്കിലും അവരുടെ മനസ്സ് മാറി എനിക്ക് അഗനിസ്റ്റ് ഒന്നും ഇനി വരാൻ പാടില്ല എന്ന് പ്രാർത്ഥിക്കുക അമ്മനോട്. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലായാലും ശരി, ഓഫീസിലായാലും ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞോളുക. അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം അവര് ജീവിതത്തിൽ നിന്ന് പോണം, എന്റെ ജീവിതത്തിൽ അവരൊരു പ്രശ്നവും ഉണ്ടാക്കാതെ അവരെന്റെ ജീവിതത്തിൽ നിന്ന് പോണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് നിങ്ങൾ കയ്യോടെ, വീട്ടിലൊന്നും വയ്ക്കാൻ പാടില്ല, എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്നുകൂടെ നിങ്ങൾ നന്നായിട്ട് അമ്മയോട് പ്രേ ചെയ്ത ശേഷം എടുത്തിട്ട് പോയിട്ട് കാൽപ്പെടാത്ത ഇടത്തിലോട്ടങ്ങ് എറിഞ്ഞു കളയണം. എന്നതിന് ശേഷം നിങ്ങൾ ഫേസ്റ്റിൽ വന്ന ഉടനെ കുളിക്കണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ജലപാനം പോലും പാടുള്ളൂ. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നോക്കൂ, ഇതുപോലെ ഞാൻ വെച്ചിരിക്കുന്ന പോലെ നല്ല വെടിപ്പായിട്ട് നിങ്ങൾ വെച്ചിരിക്കണം. നല്ല അഴകായിരിക്കണം കാണാനായിട്ട്. കാമ്പോടെയും എടുക്കാം, കാമ്പില്ലാതെയും എടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുത്തോളുക. നിങ്ങൾക്ക് ഏത് ശത്രുശല്യവും വരില്ല. പടിപടിയായിട്ട് നിങ്ങൾക്ക് എല്ലാം കുറയും, മുന്നേറാൻ പറ്റും.
ഒരു ശത്രുശല്യവും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, വേണ്ടപ്പെട്ടവർക്ക് അത് ഫാമിലി മെമ്പേഴ്സിനായാലും ശരി ഫ്രണ്ട്സിനായാലും ശരി നിങ്ങൾ ഉൾപ്പെട്ട ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.